ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏറ്റവും മികച്ച എക്സിറ്റ് സ്ട്രാറ്റജിയാണ്. അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ചെയ്യുന്നിടത്ത് എക്സിറ്റ് ചെയ്യാൻ പഠിക്കുന്നു. ഇതെങ്ങനെയാണ് ചാർട്ടിൽ നിന്നും പഠിക്കുക, മനസ്സിലാക്കുക? അതിനായി നമ്മൾ ഇമാമി ലിമിറ്റഡിന്റെ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ചാർട്ടിന്റെ ഏറ്റവും ഇടത് ഭാഗത്ത് താഴെയായി നിങ്ങൾക്കൊരു റീ അക്യുമുലേഷൻ നടന്നത് കാണാം. അതിനുശേഷം സംഭവിച്ചിട്ടുള്ള ഫേസ് സിയിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. എങ്ങനെയാണ് ഫേസ് സി ഐഡന്റിഫൈ ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം സംഭവിക്കുന്ന മാർക്കപ്പ് മൂവ്മെന്റിൽ എവിടെയാണ് ഷോർട്ട് ടേം ട്രേഡേഴ്സ് എക്സിറ്റ് ചെയ്യേണ്ടത് എന്നും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എവിടെയാണ് ഹെഡ്ജ് ചെയ്യേണ്ടത് എന്നുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കൂടാതെ ഈ ട്രേഡിംഗ് റേഞ്ചിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തെല്ലാമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത് എന്ന് കൂടെ നമ്മൾ പഠിക്കും. അതായത് എവിടെയാണ് ഫാൾസ് ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നത് എന്നെല്ലാം. ഓക്കെ, ഇതിനായി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ മുകളിലേക്കുള്ള അഥവാ മാർക്കപ്പിലുള്ള ഡൗൺ സ്വിങ്ങുകൾ അനലൈസ് ചെയ്യുക എന്നാണ്. ആദ്യത്തെ ഡൗൺ സ്വിങ് നമ്മൾക്ക് ഇവിടെ കാണാം. ഇത് ഡൗൺ സ്വിങ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നെഗറ്റീവ് റെഡ് ക്യാൻഡിലുകൾ പോലും ഇവിടെ തന്നിട്ടുള്ള മൂവ്മെന്റ് മുകളിലേക്കാണ്. ഇനി രണ്ടാമത്തെ ഡൗൺ സ്വിങ് നോക്കാം. ഇവിടെയും ഡൗൺ അല്ല, പകരം ഫ്ലാറ്റ് ആണ്. ഈ റെഡ് ക്യാൻഡിലുകളും ശേഷമുള്ള ക്യാൻഡിലുകളും കാണിക്കുന്നത് ഉള്ള റിയാക്ഷൻ ഫ്ലാറ്റ് ആണ്, താഴേക്കല്ല എന്നാണ്. ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ സ്റ്റോക്കിന്റെ മൊമെന്റം ആണ്. ഒരു അക്യുമുലേഷൻ നടന്ന ഉടനെ സ്റ്റോക്കിൽ ഉണ്ടാവുന്ന മൊമെന്റം. ഓക്കെ, ഇനി ഈ മൂന്നാമത്തെ മൂവ്മെന്റ്, ഇവിടെയാണ് നമ്മൾക്ക് അല്പമെങ്കിലും ഒരു ഡൗൺ സ്വിങ് കിട്ടുന്നത്, അല്ലെങ്കിൽ താഴേക്കുള്ള സ്ലോപ്പ് കിട്ടുന്നത്. ഇനി അവിടെ നിന്നും നാലാമത്തെ ഡൗൺ സ്വിങ് നമുക്ക് നോക്കാം. ഈ ഡൗൺ സ്വിങ് ആണ് നമുക്ക് ഏറ്റവും സ്റ്റീപ്പായിട്ട് താഴേക്ക് വന്നിട്ടുള്ളത്. 4 ക്യാൻഡിലുകളിലായി 1, 2, 3, 4 ക്യാൻഡിലുകളിലായി ഫോം ചെയ്തിട്ടുള്ള ആ ഡൗൺ സ്വിങ് എത്ര ഗ്രീൻ ക്യാൻഡിലുകളെയാണ് താഴേക്ക് ക്രോസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കൂ. 1, 2, 3, ഡോജി അടക്കം 4, 5 ഗ്രീൻ ക്യാൻഡിലുകളെ ക്രോസ് ചെയ്തിട്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോ അത് പറയുന്നത് ഇതുവരെയുള്ള മൊമെന്റം അവസാനിച്ചിട്ടുണ്ട് എന്നാണ്. ഇവിടെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സപ്ലൈ ആരംഭിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെയല്ല നമ്മൾ സെൽ ചെയ്യേണ്ടത്, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ സെൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, സപ്ലൈ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ പ്രിലിമിനറി സപ്ലൈ എന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഈ പ്രിലിമിനറി സപ്ലൈ താഴേക്ക് വന്നതിന് ശേഷം ഈ ഡൗൺ മൂവ്മെന്റിന്റെ ശേഷം സംഭവിക്കുന്ന അപ്പ് മൂവ്മെന്റ്, ഇത് അവസാനിക്കുന്നിടത്താണ് ബൈയിങ് ക്ലൈമാക്സ് എന്ന് പറയുന്ന പോയിന്റ്, BC എന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഈ സെല്ലിംഗ് ക്ലൈമാക്സിന്റെ ബൈയിങ് ക്ലൈമാക്സിന്റെ മുകളിലെ ഒരു റെസിസ്റ്റൻസ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ ഈ ട്രേഡിംഗ് റേഞ്ച്, ഉണ്ടാകാൻ പോകുന്ന ട്രേഡിംഗ് റേഞ്ചിന്റെ അപ്പർ ബൗണ്ടറി. അവിടെ നിന്നും താഴേക്കുള്ള മൂവ്മെന്റിന്റെ താഴ്ഭാഗത്ത് നിന്നൊരു റെസിസ്റ്റൻസ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾക്കുണ്ടാകാൻ പോകുന്ന ട്രേഡിംഗ് റേഞ്ചിന്റെ ലോവർ ബൗണ്ടറി. ഇത് പലപ്പോഴും ഈ പ്രിലിമിനറി സപ്ലൈയുടെ ലോയിൽ നിന്നും വരയ്ക്കുന്ന ലൈനിന്റെ അതേ ലെവലിൽ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മളൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ വരയ്ക്കണമെങ്കിൽ മിനിമം 2 പോയിന്റെങ്കിലും ടച്ച് ചെയ്യണമെന്നാണല്ലോ. പക്ഷേ വൈക്കോഫ് പറയുന്നത് ഈ ബൈയിങ് ക്ലൈമാക്സ് ഫോം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും അപ്പർ ബൗണ്ടറി എന്നും, ഓട്ടോമാറ്റിക് റാലി താഴേക്ക് സംഭവിക്കുന്ന ഈ മൂവ്മെന്റിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് റാലി എന്ന് പറയുന്നത്. ഈ ഓട്ടോമാറ്റിക് റാലിയുടെ താഴ്ഭാഗത്ത് നിന്ന് വരയ്ക്കുന്ന ലൈനാണ് അവിടുത്തെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്നുമാണ്. അതായത് ലോവർ റേഞ്ചും അപ്പർ റേഞ്ചുകളെന്നും. ഇനി ഈ ഓട്ടോമാറ്റിക് റാലിക്ക് ശേഷം മുകളിലേക്കുള്ള മൂവ്മെന്റ്, ഇതിനെ നമ്മൾ പറയുന്നത് സെക്കൻഡറി ടെസ്റ്റ് എന്നാണ്. ഈ സെക്കൻഡറി ടെസ്റ്റ് പക്ഷെ ആദ്യമായി ഫോം ചെയ്ത സമയത്ത് ഇവിടെ ഒരു 50% ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ പകുതി പോലും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് മൂവ്മെന്റ് ആണ് പരിഗണിക്കുക. വീണ്ടും താഴേക്ക് വന്ന് സപ്ലൈ ടെസ്റ്റ് ചെയ്തതിന്റെ ശേഷം മുകളിലേക്ക് പോയിട്ടുള്ള ആ ഭാഗത്തെയാണ് നമ്മൾ അവിടെ സെക്കൻഡറി ടെസ്റ്റ് ആയിട്ട് പരിഗണിക്കുക. അതോടുകൂടി നമ്മളുടെ ഫേസ് എ അവിടെ അവസാനിക്കുന്നു. ഇതാണ് നമ്മളുടെ ഫേസ് എയുടെ ബൗണ്ടറി.
ഫേസ് എ. ഓക്കെ, അതിനുശേഷം ഈ സെക്കൻഡറി ടെസ്റ്റിന്റെ മുകൾ ഭാഗത്ത്, ക്യാൻഡിലിന്റെ മുകൾ ഭാഗത്ത് നിന്ന് നമുക്ക് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കാം. അതിനുശേഷമാണ് അപ്ത്രസ്റ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, നമുക്കത് കാണാം. ഇനി ഈ സെക്കൻഡറി ടെസ്റ്റിന് ശേഷം സ്റ്റോക്ക് വീണ്ടും താഴേക്കും മുകളിലേക്കുമൊക്കെ ആയി ഈ ട്രേഡിംഗ് റേഞ്ചുകളിലൂടെ ഓസിലേറ്റ് ചെയ്യുന്നു. ഈ സമയങ്ങളിൽ സാധാരണക്കാർ എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റോക്ക് ഇത്രയും അധികം മുകളിലേക്ക് മൂവ്മെന്റ് തന്ന ഒരു സ്റ്റോക്കാണ്. ഇത് വീണ്ടും മുകളിലേക്ക് പോവും എന്നൊരു പ്രതീക്ഷയും, മാത്രമല്ല ഈ സ്റ്റോക്ക് ഇപ്പോൾ അല്പം വില കുറവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടെയാണ്. പലപ്പോഴും മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും കയറാൻ പേടിയായിരിക്കും. ഒരു ചെറിയൊരു ഡൗൺ സ്വിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റർ ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നവരായിരിക്കും മിക്കവാറും ആളുകൾ. ഓക്കെ, അതുകൊണ്ട് സാധാരണക്കാർ ഇവിടെ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. പലപ്പോഴും അതിനനുകൂലമായ പല ചാർട്ട് പാറ്റേണുകളും മറ്റും നമുക്കിവിടെ കാണാനാവുകയും ചെയ്യും. ഉദാഹരണത്തിന് നമുക്കിവിടെ ഒരു സ്ലോപ്പിംഗ് പാരലൽ സ്ട്രക്ചർ ഇവിടെ വരയ്ക്കാനാവും. ഇത് കാണിക്കുന്നത് ഒരു അപ് സ്ലോപ്പ് ഉണ്ട് എന്നാണല്ലോ. അതായത് ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പലപ്പോഴും സാധാരണക്കാർ ഷോർട്ട് ടേം ട്രേഡേഴ്സ് വിചാരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വീക്ക്ലി ചാർട്ടാണ്. ഡെയിലി ചാർട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇത് കുറച്ചുകൂടെ ലെങ്തി ആയിരിക്കും. ഈ ട്രേഡിംഗ് റേഞ്ച് നമ്മളിപ്പോൾ സ്ലോപ്പിംഗ് പാരലൽ ലൈൻസ് വരച്ചിട്ടുള്ളത് കുറച്ചുകൂടെ ലെങ്തി ആയിരിക്കും. അതിൽ പലപ്പോഴും നമ്മൾ സാധാരണക്കാർ എൻ്റർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ആണ് ഇവിടെ, അല്ലേ? ഒന്ന് നോക്കൂ, ആ പോയിന്റിൽ നമ്മൾ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ എൻ്റർ ചെയ്യുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെയാണ് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടക്കുന്ന പ്ലേസ്. ഒന്നാമതായിട്ട് സെല്ലിംഗ് നടക്കുന്ന പ്ലേസ്, ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്ലേസ് ബൈയിങ് ക്ലൈമാക്സിലും, രണ്ടാമതായി ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ബ്രേക്ക് ഔട്ടിലുമാണ്. ഓക്കെ, ഇത് ഫേസ് ബിയിൽ ഫോം ചെയ്തിട്ടുള്ള അപ്ത്രസ്റ്റിനെ പോലും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്നും ഏറ്റവും വോള്യത്തിലവിടെ, നല്ല വോള്യത്തിലാണ് അവിടെ ബ്രേക്ക് ഔട്ട് നടക്കുക. സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും ഹൈ വോള്യത്തിൽ നടക്കുന്ന ബ്രേക്ക് ഔട്ടുകളെല്ലാം സക്സസ്ഫുൾ ബ്രേക്ക് ഔട്ടുകളാണ് എന്നാണ്. പക്ഷെ എപ്പോഴും അത് അങ്ങനെയല്ല. അതിനുശേഷമുള്ള ക്യാൻഡിലുകളിലും നല്ല വോള്യം കാണാനാവും. വോള്യം നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഈ ക്യാൻഡിലുകളിലെല്ലാം സംഭവിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സാധാരണ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുത്തിട്ടുള്ള ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സിന്റെ കയ്യിലേക്ക് അത് സെൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അവിടെ ആ ബ്രേക്ക് ഔട്ട് ഫെയിലായി അത് താഴേക്ക് വരുന്നു. ഇനി ആ ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്തവർ പോലും ഒരു പക്ഷേ ഈ താഴ്ഭാഗത്ത് എൻ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ ബ്രേക്ക് ഔട്ട് അവിടെ ഫെയിലായി താഴേക്ക് വന്നു. ഇനി ഇത് എപ്പോഴാണൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇതിൽ നിന്നും പെർമനന്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യേണ്ടത്? ഈ മൂവ്മെന്റിന് ശേഷം ഇത് വീണ്ടും ഇതിന് മൊമെന്റം ഉണ്ടായിരുന്നെങ്കിൽ ഇത് പോവേണ്ടത് ഇതിന് മുകളിലേക്കായിരുന്നു. പക്ഷെ അത് അങ്ങോട്ട് പോയില്ല. എന്ന് മാത്രമല്ല, അത് പോയിട്ടുള്ളത് ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ മൊത്തത്തിലുള്ള ട്രേഡിംഗ് റേഞ്ചിന്റെ പകുതിയിലേക്ക് മാത്രമാണ്. ശേഷം അത് വീണ്ടും താഴേക്ക് വന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ടല്ലേ, ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് റീജിയൻ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇതൊക്കെ സാധാരണക്കാരുടെ ബൈയിങ് ആണ് നടക്കുന്നത്. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് സാധാരണക്കാരുടെ ബൈയിങ് ആണ്, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന്റെ ബൈയിങ് ആണ്. നമ്മൾ വോള്യൂം ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാം. ഏതായാലും ഇതിനുശേഷം വീണ്ടും സ്റ്റോക്ക് ഒന്ന് മുകളിലേക്ക് പോകാൻ നോക്കുന്നു. അവിടെ വീണ്ടും സെല്ലിംഗ് നടക്കുന്നത് കൊണ്ടാണ് അത് മുകളിലേക്ക് പോവാത്തത്. അതായത് അതിന്റെ മൊമെന്റം ഒക്കെ എപ്പോഴോ അവസാനിച്ചിട്ടുണ്ട്. ഇത് മൊമെന്റം ഉണ്ടായിരുന്നെങ്കിൽ, ബ്രേക്ക് ഔട്ട് സംഭവിക്കുമായിരുന്നെങ്കിൽ ഈ ബൈയിങ് ക്ലൈമാക്സിന്റെ മുകളിൽ പോയിട്ടായിരിക്കണം അത് സ്വിംഗ് എടുക്കേണ്ടത്. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അറ്റ് എനി കോസ്റ്റ് ഇതിനു മുമ്പായിട്ട് നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എവിടെയാണ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഹെഡ്ജ് ചെയ്യേണ്ടത് എന്ന്. ഈ ബ്രേക്ക് ഔട്ട് ഫെയിലിയർ കാണുന്നതോടുകൂടി എവിടെ ഈ ഭാഗങ്ങളിലായി ബ്രേക്ക് ഔട്ട് ഫെയിലിയർ കാണുന്നതോടുകൂടെ അവിടെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഹെഡ്ജ് ചെയ്തിരിക്കണം.
എക്സിറ്റ് ചെയ്ത് വീണ്ടും എൻ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. അല്ല ഇനി എക്സിറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് അവിടെ ഹെഡ്ജ് ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾ നോക്കൂ, താഴേക്ക് ഒരു ഡൗൺ മൂവ്മെന്റ് വന്നു. ഈ ഡൗൺ മൂവ്മെന്റിന്റെ സ്വഭാവം എന്താണ്? അത് ഏറ്റവും ലോ ബയ്യിങ് ക്ലൈമാക്സിന്റെയും അതിനുശേഷം സംഭവിച്ചിട്ടുള്ള സെക്കൻഡറി ടെസ്റ്റുകളുടെയും പ്രിലിമിനറി സപ്ലൈയുടെ ലോയെയും എല്ലാം ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു കാരണവശാലും ഈ സമയങ്ങളിൽ ആവറേജ് ചെയ്യരുത്. ചിലരെങ്കിലും ഇത് ആവറേജ് ചെയ്യാനുള്ള അവസരമായിട്ട് കാണാറുണ്ട്. അവർ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള സ്വിംഗ് ലോയിൽ നിന്നും റെസിസ്റ്റൻസ് വരച്ചതിന് ശേഷം അവരിത് സ്റ്റോക്ക് മുകളിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിൽ ആവറേജ് ചെയ്യാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. കാരണം ഇത് അത്തരത്തിലുള്ള ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് അല്ല. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാർക്കറ്റിൽ അതിഭീകരമായ സപ്ലൈ നിലനിൽക്കുന്ന, മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ ആ സ്റ്റോക്കിൽ അതിഭീകരമായിരിക്കുന്ന സപ്ലൈ നിലനിൽക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഡൗൺവേർഡ് മൂവ്മെന്റുകളാണ്. ഈ സമയത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ബയ്യിങ് ക്ലൈമാക്സിന്റെയോ അല്ലെങ്കിൽ നമ്മളുടെ റേഞ്ചിന്റെയോ മുകളിലേക്ക് പോകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അവിടെ രണ്ട് വലിയ ക്യാൻഡിലുകളൊക്കെ കാണാം, പക്ഷെ അതൊരിക്കലും ഇത് ഈ നമ്മൾ വരച്ചിട്ടുള്ള ട്രേഡിംഗ് റേഞ്ചിന്റെ ലോയുടെ മുകളിലേക്ക് പോയിട്ടില്ല. അവിടുന്ന് വീണ്ടും ഒരുപാട് ഡൗൺ സ്വിങ്ങുകളൊക്കെ തന്ന് ഇത് വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷനിൽ അവസാനം വരച്ച ഭാഗത്ത് ഒരു റീഡിസ്ട്രിബ്യൂഷൻ കൂടെ സംഭവിക്കുന്നുണ്ട്. അത് നമ്മളുടെ മറ്റൊരു വീഡിയോയുടെ വിഷയമായതുകൊണ്ട് ആ സമയത്ത് നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഇതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു റീഡിസ്ട്രിബ്യൂഷൻ. ഇത്തിരി സ്ലോപ്പിംഗ് ആണ്. ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ അത് പറയാം. ഇപ്പോൾ ഫേസ് എയുടെ ബൗണ്ടറി നമ്മൾ പറഞ്ഞു. എവിടെയാണ് ഫേസ് ബിയും ഫേസ് സിയും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും? ഫേസ് ബി അവസാനിക്കുന്നത് ഈ ബ്രേക്ക് ഔട്ടോട് കൂടിയാണ്. അതാണ് ഫേസ് സിയുടെ തുടക്കവും. ഇതിന് ഇടത് ഭാഗത്തുള്ളത് ഫേസ് ബിയും ശേഷം സംഭവിച്ചിട്ടുള്ള ഈ വലിയ മുകളിലേക്കുള്ള ഫാൾസ് ബ്രേക്ക് ഔട്ട്, അതാണ് ഫേസ് സി, ഡിസ്ട്രിബ്യൂഷന്റെ ഫേസ് സി ആയിട്ട് വരുന്നത്. ശേഷമുള്ള ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് നമ്മൾക്ക് ഫേസ് ഡി ആയും ഫേസ് ഇ ആയും കാണാവുന്നത്. ഇത് ഫേസ് ഡിയും ശേഷം അങ്ങോട്ടുള്ളത് ഫേസ് ഇയുമാണ്. നമുക്കത് മാർക്ക് ചെയ്യാം. ഇതിനുശേഷം ഒരു എക്സാമ്പിൾ കൂടെ കണ്ടത് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. ഇത് ഫേസ് ബി, അതിനുശേഷം സംഭവിക്കുന്ന ഈ ഭാഗമാണ് ഫേസ് സി. ഈ ഭാഗമാണ് ഫേസ് ഡി. ഫേസ് ഡി ശേഷമുള്ള ഭാഗം മുഴുവൻ ഫേസ് ഇ. അത് മാർക്ക് ഡൗൺ ആണ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള താഴേക്കുള്ള മൂവ്മെന്റിനെയാണല്ലോ നമ്മൾ മാർക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഇത് മാർക്ക് ഡൗൺ ആണ്. ഇനി നമുക്ക് ഇതേ സ്റ്റോക്കിൽ തന്നെ സംഭവിച്ചിട്ടുള്ള മറ്റൊരു ഡിസ്ട്രിബ്യൂഷൻ കാണാം. അതുകൂടെ കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊരു ചെറിയ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതുകൊണ്ട് വീക്ക്ലി ചാർട്ടിൽ നിന്ന് ഞാൻ ഡെയിലി ചാർട്ടിലേക്ക് മാറുന്നതായിരിക്കും. ഇവിടെ വീക്ക്ലി ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ കഴ്സർ കാണാമെങ്കിൽ, അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് സാവധാനം എക്സ്പീരിയൻസ് ഒക്കെ നേടുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനാവും. ഇതാണ് ബയ്യിങ് ക്ലൈമാക്സ്. ഇത് നമ്മളുടെ ഫേസ് സി ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഏതായാലും നമുക്കിത് ഡെയിലി ചാർട്ടിലൊന്ന് കണ്ട് അതിന്റെ ഫേസസ് വരച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഇത് കമ്പാരിറ്റീവ്ലി ചെറിയ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ മുമ്പ് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കോസ്റ്റ് ചെറുതാണെങ്കിൽ എഫക്റ്റ് ചെറുതായിരിക്കുമെന്ന്. ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ വളരെ കുറവായതുകൊണ്ട് തന്നെ താഴേക്കുള്ള മൂവ്മെന്റും കുറവാണ്. 500 രൂപയിൽ നിന്നും 414 രൂപയിലേക്ക്, 580 രൂപ 600 രൂപ റേഞ്ചിൽ നിന്നും 420 രൂപ റേഞ്ചിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ പ്രിലിമിനറി സപ്ലൈ, ഇതാണ് ഇവിടുത്തെ പ്രിലിമിനറി സപ്ലൈ PS.
ഇത് ഇവിടുത്തെ ബൈയിങ് ക്ലൈമാക്സ്. ഓക്കെ, ഇനി അതിന് സംഭവിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് റാലിയാണ് ഇവിടെ. ഇതാണ് അതിന്റെ ഓട്ടോമാറ്റിക് റാലി. ഓക്കെ, അതിന്റെ സെക്കൻഡറി ടെസ്റ്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഏരിയാസ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ബൈയിങ് ക്ലൈമാക്സിന്റെ മുകളിൽ നിന്ന് വരയ്ക്കുന്നതാണ് നമ്മളുടെ അതിന്റെ അപ്പർ റേഞ്ച്. താഴെ സെക്കൻഡറി ടെസ്റ്റിന് താഴെ നിന്ന് വരയ്ക്കുന്നതാണ് അതിന്റെ ലോവർ റേഞ്ച് അല്ലെങ്കിൽ പ്രിലിമിനറി സപ്ലൈയുടെ താഴെ നിന്ന് വരയ്ക്കുന്നതാണ് അതിന്റെ ലോവർ റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് കുറച്ചും കൂടെ നെഗറ്റിവിറ്റി കാണിക്കുന്നത് കൊണ്ട് വീണ്ടും ഒരു ലോ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ കൂടെ വീണ്ടും ഒരു സപ്പോർട്ട് ലൈൻ വരയ്ക്കാം. ഓക്കെ, സോ നമ്മളുടെ ഫേസ് എ എവിടെയാണ് അവസാനിക്കുന്നത്? ഈ സെക്കൻഡറി ടെസ്റ്റോട് കൂടി നമ്മളുടെ ഫേസ് എ അവസാനിച്ചു. ഓക്കെ, അതാണ് ഫേസ് എ. ഇനി ഫേസ് ബിയും സിയും, സി സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് ബി അവസാനിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ഫേസ് ബി അവസാനിക്കുന്നിടം. ഓക്കെ, ആൻഡ് ഫേസ് സി ഇവിടെ അവസാനിക്കും. ഫേസ് സിയുടെ ആ ഗ്രീൻ ക്യാൻഡിൽ, രണ്ട് ഗ്രീൻ ക്യാൻഡിൽ കണ്ടില്ലേ? ആ ഗ്രീൻ ക്യാൻഡിൽ ഫേസ് സിയുടെ ടെസ്റ്റ് ആണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഈ ജസ്റ്റ് ഫേസ് ബി ഫേസുകൾ വരച്ചു കഴിഞ്ഞിട്ട് കൃത്യമായി പറയാം. ഓക്കെ, ഫേസ് സി. ഇനി അതിനുശേഷം സംഭവിക്കുന്ന ഡൗൺ മൂവ്മെന്റിൽ അത് റേഞ്ചിന് താഴെ മാത്രമാണ് റീടെസ്റ്റ് എടുക്കുന്നത്. ഇതുവരെയാണ് നമ്മളുടെ ഫേസ് ഡി. ശേഷം സംഭവിക്കുന്നത് ഫേസ് ഇ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഫേസ് ബിയിൽ അക്യുമുലേഷൻ നടക്കുന്നു. ടൈറ്റ് റേഞ്ച് ആണ്. പലപ്പോഴും ചിലരെങ്കിലും ടൈറ്റ് റേഞ്ചിൽ നിന്നുമുള്ള ബ്രേക്ക് ഔട്ടുകൾ ട്രേഡ് ചെയ്യാറുണ്ട്. അത് ബുള്ളിഷ് മൂവ്മെന്റ് ആയി കണക്കാക്കാറുണ്ട്. ഇവിടെയും ഈ ടൈറ്റ് റേഞ്ചിന് ശേഷം നല്ല 2 ദിവസങ്ങളിൽ നല്ല മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? യെസ്, പലപ്പോഴും ഇത് ട്രേഡ് ചെയ്തിട്ടുണ്ടാവുക. സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഇത് ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ളത് ഈ ഒരു രീതിയിലാണ്. ഇവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ലോപ്പിംഗ് ലൈൻ വരയ്ക്കുന്നു. അതെന്തായിരിക്കും? ഒരുപാട് ക്യാൻഡിലുകളുടെ മുകളിൽ ടച്ച് ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മളൊരു സ്ലോപ്പിംഗ് ലൈൻ വരയ്ക്കും. ഇത് വൈക്കോഫിന്റെ ഡ്രോയിങ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിൽ നിന്നും ബ്രേക്ക് ഔട്ട് ആവുന്ന ഈ ഒരു പോയിന്റിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവാം. അവിടെ നിന്നുള്ള മൂവ്മെന്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റീറ്റെയിലേഴ്സിന്റെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ എൻ്റർ ചെയ്യുന്നു. എക്സാക്ട് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലോ അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ എവിടെയെങ്കിലും നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. മുകളിലേക്ക് പോവും. ഇവിടെ ബൈയിങ് ക്ലൈമാക്സിന്റെ ഹൈയിൽ നമ്മൾക്ക് ഒരു സെല്ലിംഗ് കാണാനാവും. എങ്കിലും നമ്മൾക്ക് പ്രതീക്ഷ ഉണ്ടാവും ഇത്രയും മികച്ച 2 ക്യാൻഡിൽ തന്ന് അത് മുകളിലേക്ക് പോയതാണ്. ഈ റീടെസ്റ്റിന് ശേഷം അത് മുകളിലേക്ക് പോയേക്കാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? അത് മുകളിലേക്ക് പോകുന്നത് കാണില്ല, പകരം താഴെ വരും. താഴെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ റീജിയനിൽ ഒരുപക്ഷെ വീണ്ടും നമ്മൾ ആവറേജ് ചെയ്യുവാൻ, ആവറേജ് അല്ല, കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. ഏതായാലും ഇങ്ങനെയാണ് ഇവിടെ സാധാരണക്കാർ ചിന്തിക്കാൻ സാധ്യതയുള്ളത്. ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം സംഭവിക്കുന്ന ഈ മുകളിലുള്ള ബൈയിങ് ക്ലൈമാക്സിലെ ഹൈ വോള്യത്തിലുള്ള ഈ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ആ ഫെയിൽഡ് ബ്രേക്ക് ഔട്ട്, ആ ഭാഗമാണ് നമ്മളുടെ ഫേസ് സി. അതിന് ശേഷം സംഭവിക്കുന്ന ഡൗൺ മൂവ്മെന്റ് ആണ് നമ്മളുടെ ഫേസ് ഡി. ഓക്കെ, എപ്പോഴും ഒരു ട്രേഡിംഗ് റേഞ്ചിലെ ഏറ്റവും ചെറിയ ഭാഗമായിരിക്കും ഫേസ് സി. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു അത് അതിന്റെ സപ്ലൈ ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് കൂടെ പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ മുകളിൽ സപ്ലൈ അല്ല, ഡിമാൻഡാണ് മുകളിൽ ടെസ്റ്റ് ചെയ്യുന്നത്, സപ്ലൈ താഴെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ മുകളിൽ എത്രത്തോളം ആളുകൾ വാങ്ങാനുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അതായത് ഈ ക്യാൻഡിൽ മുകളിലേക്ക് പോയി അവിടെ നിന്ന് നല്ല രീതിയിൽ സെല്ലിംഗ് വന്നു, അത് സാധാരണക്കാർ വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു സെല്ലിംഗ് നടന്നത് കൊണ്ട് അതിന്റെ സപ്ലൈ ആണ് വീണ്ടും ആ സ്റ്റോക്കിന്റെ പ്രൈസിനെ താഴേക്ക് മൂവ് ചെയ്യിക്കുന്നത്.
അതിനുശേഷം തൊട്ടടുത്ത മൂന്നാമത്തെ ദിവസം, ആ റെഡ് ക്യാൻഡിലിന്റെ ശേഷമുള്ള മൂന്നാമത്തെ ദിവസം ഈ ക്യാൻഡിലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഗ്യാപ്പ് അപ്പ് ആണ് അത് ഫോം ചെയ്തിട്ടുള്ളത്, അല്ലേ? തൊട്ട ദിവസത്തെ ലോയിൽ നിന്നും കുറച്ച് മുകളിലാണ് അതിന്റെ തൊട്ടടുത്ത ദിവസം ഓപ്പണിങ്. ആ ഓപ്പണിങ്ങിന്റെ ശേഷം നിങ്ങൾക്ക് കാണാം ഗ്രീൻ ക്യാൻഡിലാണ്, പോസിറ്റീവ് സിഗ്നൽ ഒക്കെ തന്നെയാണ്, പക്ഷേ ഇവിടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതിനുശേഷം നിങ്ങൾക്ക് ആ തൊട്ടടുത്ത ഗ്രീൻ ക്യാൻഡിൽ കാണാം. ആ ഗ്രീൻ ക്യാൻഡിലും മുകളിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ റീജിയനിൽ അത്രയും ഉയർന്ന പ്രൈസിൽ വാങ്ങുവാൻ ഇനി ആളുകളില്ല, അവിടെ സപ്ലൈ ആണ് കൂടുതലുള്ളത്. ഓക്കെ, അവിടെ നിന്ന് അത് താഴേക്ക് പോകുന്നു. താഴേക്ക് പോകുമ്പോൾ നമുക്ക് സാധാരണക്കാരിൽ പക്ഷേ വിചാരിക്കുന്ന അവസാനത്തെ സപ്പോർട്ട് എന്ന രീതിയിൽ കാണുന്ന പ്ലേസും അല്ലെങ്കിൽ ആവറേജ് ചെയ്യാൻ പറ്റുന്ന പ്ലേസും മുൻപത്തെ ബ്രേക്ക്ഔട്ട് കിട്ടാത്തത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ മിസ് ഔട്ട് ചെയ്ത ആളുകൾ വീണ്ടും എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക ഈ ഗ്രീൻ ക്യാൻഡിലുകളിലേക്ക് ആയിരിക്കും. പക്ഷേ ആ ക്യാൻഡിൽ ഒരിക്കലും അവിടെ നിന്ന് മുകളിലേക്ക് പോവില്ല. കാരണം അത് ഫേസ് ഡി ആണ്. ഫേസ് ഡിയിൽ ഉണ്ടാവുന്ന ബൗൺസ് ബാക്ക് അല്ലെങ്കിൽ മുകളിലേക്കുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ പകുതി പോലും പോവാറില്ല എന്നാണ്. അതിനുശേഷം സംഭവിക്കുന്ന ഡൗൺവേർഡ് മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാം. അതോടുകൂടി മാർക്കപ്പ് അവസാനിക്കുന്നു. വീണ്ടും അവിടെ ചെറിയൊരു റീഅക്യുമുലേഷൻ കാണാം. അത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അക്യുമുലേഷൻ കാണാം, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. മാത്രമല്ല, നിങ്ങൾ ഇത് അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അവസാനം വരെ കണ്ടു എന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ.